പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ദുനിയാവിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മളുടെ സാഹചര്യങ്ങൾ എല്ലാവരുടേതും ഒരേപോലെയല്ല. ആളുകളുടെ ജീവിത നിലവാരവും സാമ്പത്തിക സ്ഥിതിയും എല്ലാം വളരെയേറെ വ്യത്യസ്തമാണ്. ചില ആളുകൾ വലിയ സമ്പന്നരാണെങ്കിൽ മറ്റൊരു വിഭാഗം ആളുകൾ പരമ ദരിദ്രരാണ്. ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ജീവിതകാലം മുഴുവനും ഉപയോഗിച്ചാൽ തീരാത്ത അത്രയും സമ്പത്തുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഇങ്ങനെ മനുഷ്യന്മാരുടെ അവസ്ഥകളെ വ്യത്യാസപ്പെടുത്തിയത് അള്ളാഹുവിന്റെ ഒരു തീരുമാനപ്രകാരമാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തുൻ നഹ്ലിന്റെ 71-ാമത്തെ വചനം, വല്ലാഹു ഫല്ലല ബഅദകും അലാ ബഅദിൻ ഫിദ്ദിസ്ഖ്. ജീവിത ഉപാധികളുടെ കാര്യത്തിൽ വല്ലാഹു ഫല്ലല ബഅദകും അലാ ബഅദ്, നിങ്ങളിൽ ചില ആളുകൾക്ക് അല്ലാഹു മറ്റു ചിലരെക്കാണ് കൂടുതൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും തന്നു മെച്ചപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാ ആളുകളുടെയും അവസ്ഥ ഒരേപോലെയല്ല. ചില ആളുകൾ നല്ല സുഖമായിട്ട് ജീവിക്കുമ്പോൾ ഓരോ ദിവസവും കഷ്ടപ്പാടിലൂടെ കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പ്രയാസത്തിൽ കഴിഞ്ഞു പോകുന്ന ആളുകൾക്കും ജീവിക്കണമല്ലോ. അതിന് പലതരത്തിലുള്ള മാർഗങ്ങളാണ് നമ്മൾ അവലംബിക്കുന്നത്. നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ ഉള്ള ആളോട് വാങ്ങിയിട്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റും. അതിന് ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാർഗമാണ് കടം വാങ്ങുക എന്നുള്ളത്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പൈസയുള്ളവരോട് നമ്മൾക്ക് കടം വാങ്ങാം. അത് മതപരമായി അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. കടം കൊടുക്കുന്നതും പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. ഈ കടം വാങ്ങുന്നതിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും അടിസ്ഥാനപരമായ ഒരു നിയമം എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണ്. ഒരാൾക്ക് പണത്തിന് ആവശ്യമുണ്ട്, എന്നാൽ ഉള്ള ആളോട് പോയിട്ട് കടം വാങ്ങാം, അങ്ങനെ ചോദിക്കാം. ചോദിക്കുമ്പോൾ ചോദിക്കപ്പെടുന്ന സമ്പത്തുള്ള മനുഷ്യന് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം, അത് സുന്നത്താണ്. എന്നാൽ എല്ലാ ഘട്ടത്തിലും കടം കൊടുക്കുക എന്നുള്ളത് സുന്നത്തല്ല. ചിലപ്പോൾ കടം കൊടുക്കൽ നിർബന്ധമാകും. ഒരു മനുഷ്യൻ പട്ടിണിയിലാണ്, വലിയ ദുരിതത്തിലാണ്. നമ്മൾ അവർക്ക് പണം കൊടുത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരാളും അവർക്ക് സഹായങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം വളരെ അപകടത്തിലാകും. ആ മനുഷ്യൻ കഷ്ടപ്പെടും. ഒരു പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത്തരം ഒരു ഘട്ടത്തിൽ കടം ചോദിച്ചു വരുന്ന ആൾക്ക് കടം കൊടുക്കുന്നതിന് വിധി എന്താ? കടം കൊടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ഇനി മൂന്നാമത്തെ ഒരു വിഷയം കൂടി വരാനുണ്ട്. നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുന്നു, ആ മനുഷ്യൻ നമ്മളിൽ നിന്ന് കിട്ടിയ കാശ് ഉടനെ തന്നെ പോയിട്ട് മദ്യപിക്കാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇസ്ലാം വിലക്കിയ എന്തെങ്കിലും ഒരു നിഷിദ്ധമായ പ്രവർത്തനത്തിന് നമ്മളിൽ നിന്ന് വാങ്ങിയ പണം ഉപയോഗിക്കുമെന്ന് നമ്മൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് പണം കൊടുക്കുന്നത് ഹറാമാണ്. ഒരാൾ കടം ചോദിച്ചു വന്നു, കള്ളുടിക്കാനാണ്, എന്നാൽ ആ മനുഷ്യന് കടം കൊടുക്കാൻ പറ്റുമോ? പാടില്ല, അത് ഹറാമാണ്. ഇനി കറാഹത്തായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ ആ കാര്യത്തിന് കൊടുക്കൽ കറാഹത്താണ്. ചുരുക്കത്തിൽ കടം കൊടുക്കുന്നതിന് വാജിബാകുന്ന, നിർബന്ധമാകുന്ന അവസ്ഥയുണ്ട്, സുന്നത്താകുന്ന അവസ്ഥയുണ്ട്. ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ ഹറാമോ കറാഹത്തോ ആകുന്ന സാഹചര്യങ്ങളുമുണ്ട്. ഏതായാലും കടം കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വലിയ ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. കാരണം എല്ലാ ആളുകളുടെയും അവസ്ഥ ഒരേപോലെയല്ലല്ലോ. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ. ഉള്ള ആളുകൾ ഇല്ലാത്ത ആളുകൾക്ക് നേരെ മുഖം തിരിച്ചു കളഞ്ഞാൽ ആ മനുഷ്യന്മാർക്ക് പിന്നെ ജീവിക്കാൻ പറ്റാതെയായി പോകും. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് കടം കൊടുക്കുക എന്നുള്ളത് പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്,
മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ. ഒരാൾ ഒരു പ്രയാസത്തിലാണ്, ഭൗതികമായ ഒരു ബുദ്ധിമുട്ടിലാണ്, നമ്മളോട് ആ വിഷയം ആരോ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിഞ്ഞു, ആ മനുഷ്യന്റെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു കൊടുത്താൽ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. അന്ത്യനാളിൽ മനുഷ്യന്മാർ മുഴുവനും വലിയ ദുരിതത്തിലാകും. ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ദുനിയാവിൽ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യന്മാരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കുക. ഒരു മനുഷ്യൻ പട്ടിണിയിലാണ്, ആ മനുഷ്യനൊരു പൊതി ചോറ് നമ്മൾ വാങ്ങിക്കൊടുത്തു. ഒരു മനുഷ്യന് വെള്ളം വേണം, ഇത്തിരി വെള്ളം നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തു. വീടില്ലാത്ത മനുഷ്യനുണ്ട്, പാർക്കാൻ ഇടമില്ലാത്ത ആളുകളുണ്ട്, ധരിക്കാൻ വസ്ത്രമില്ലാത്തവരുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് മൻ നഫസ അൻ മുഅ്മിനിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രയാസം നമ്മൾ പരിഹരിച്ചു കൊടുത്താൽ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. നമ്മൾ അന്ത്യനാളിലാണ് ഏറ്റവും വലിയ പ്രയാസം നേരിടാൻ പോകുന്നത്. അന്നത്തെ ദിവസത്തെ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു പരിഹരിച്ചു തരും, ബുദ്ധിമുട്ടുകൾ അല്ലാഹു നീക്കിത്തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല. വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറഹു അല്ലാഹു ഫിദ് ദുനിയാ വൽ ആഖിറ. ഒരു മനുഷ്യൻ വലിയ ഞെരുക്കത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. ആ മനുഷ്യനെ ഒന്ന് സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ, ഇത് പല കോലത്തിലാവാം, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുള്ള മനുഷ്യന്മാരുണ്ടാകും. ഇന്നലെ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് വായിച്ചു. ഒരു പാവം പെണ്ണ്, പ്രായമായ ഉമ്മയാണ്, എയർപോർട്ടിൽ വന്നിട്ട് പൊട്ടിക്കരയാണ്. അപ്പൊ എന്താ സംഗതി? ആ ഉമ്മയെ മക്കൾ ഗൾഫിലേക്ക് കൊണ്ടുപോയതാണ്. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉമ്മമാരോടും വാപ്പാരോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പൊ അവർ വിസ എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ വിസയുടെ കാലാവധിയൊക്കെ കഴിയുമ്പോൾ ഉമ്മാനെ ഒറ്റക്ക് പറഞ്ഞയച്ചതാണ്. ഉമ്മ എയർപോർട്ടിൽ വന്നിട്ട് ആകെ ബേജാറായി നിൽക്കാണ്. ഈ ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ അറിയാത്ത പാവ ഉമ്മമാർ, ഇംഗ്ലീഷ് അറിഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. കാര്യങ്ങളെയൊക്കെയും നേരിടാനുള്ള ഒരു പക്വതയില്ല എങ്കിൽ എല്ലാവരും ഇത്തരം അന്താരാഷ്ട്ര യാത്രകളിലൊക്കെ പതറിപ്പോകും. നമ്മളുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യണമെന്നറിയും? നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പഠിപ്പിക്കണം, ബസ് കയറാൻ പഠിപ്പിക്കണം കുട്ടികളെ. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എപ്പോഴും ഇവരെ കയ്യും പിടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. വീട്ടിന്റെ മുമ്പിൽ സ്കൂൾ ബസ് വരും, അതിൽ കയറും, പോകും, തിരിച്ചതേപോലെ വരും. ഇതല്ലാത്ത ഒരു ബസ്സിൽ കയറിയിട്ടോ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടോ ഇവർക്കൊരു പരിചയം ഉണ്ടാവൂല. നിങ്ങൾ കഷ്ടകാലത്തിന് കിടപ്പിലായാൽ, നിങ്ങൾക്ക് വല്ലതും പറ്റിയാൽ അവർ നിന്ന നിൽപ്പിൽ കരയും. കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ അറിയൂല. നമ്മളൊരു പാക്കറ്റ് പപ്പടം വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചു, 100 റുപ്യം കൊടുത്തു. അങ്ങനെ 10 രൂപന്റെ പപ്പടം വാങ്ങിയിട്ട് 100 റുപ്യം കൊടുത്തിട്ട് ബാക്കി വാങ്ങാതെ പോരും. ഈ തരത്തിൽ ബോധമില്ലാതെ നമ്മുടെ കുട്ടികളാവുന്നതിൽ നമ്മൾ കൂടി ഉത്തരവാദികളാണ്. അതുകൊണ്ട് ആ മക്കൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി നമ്മൾ ഇപ്പോഴേ കൊടുത്തു വളർത്തണം. പ്രായമാകുന്ന ഉമ്മമാരുണ്ടല്ലോ, ആ ഉമ്മമാരൊക്കെയും അവരെ അവശത അനുഭവിക്കുന്ന ഘട്ടങ്ങളിൽ ഒറ്റക്ക് നമ്മൾ പറഞ്ഞേക്കരുത്. അത് ഹജ്ജിന് പോവാണെങ്കിലും ഉംറക്ക് പോവാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോ 70 വയസ്സ് കഴിഞ്ഞ പ്രായമായ 4 പെണ്ണുങ്ങൾ കൂടിയാലും ഉംറക്ക് ഹജ്ജിന് പോവാന് നറുക്കെടുപ്പില്ലാതെ ചാൻസ് കിട്ടും. അപ്പൊ പിന്നെ എല്ലാവരും അങ്ങനെ പോവാണ്. ഈ തീരെ വീട്ടിൽ നിന്ന് നടക്കാത്ത ആളുകൾ, ഒട്ടും നടന്ന് ശീലമില്ലാത്ത ആളുകൾ, ഹറമിന്റെ അടുത്ത് താമസ സൗകര്യം എന്നൊക്കെ കാണും നമ്മൾ. ഹറമിന്റെ വലുപ്പത്തിനെ കുറിച്ച് നമുക്ക് വല്ല ബോധമുണ്ടോ? ഹറമിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ആൻഡ് കിലോമീറ്റേഴ്സ് ബൈഡായി കിടക്കാൻ. ഹറമിന്റെ അടുത്തു നിന്നാണ് പരസ്യം ഉണ്ടാവുക. ഈ ഉമ്മമാർ അവിടെ പോയിട്ട് കഷ്ടപ്പെടും. ആ ആളുകൾ വല്ലാതെ ദുരിതത്തിലാകും. ഞാനത് വിശദീകരിക്കുന്നില്ല. എയർപോർട്ടിൽ വന്നിട്ട് ഉമ്മ കരയാണ്. അപ്പൊ ചോദിച്ചപ്പോ ഉമ്മക്ക് അറിയില്ല എവിടേക്കാ പോവേണ്ടത്, ഏത് കൗണ്ടറിലാണ് ഈ പാസ്പോർട്ട് പോയി കൊണ്ടുപോയി കൊടുക്കേണ്ടത്, ഒരു കഥയില്ലാതെ. അങ്ങനെ നമ്മൾ മനുഷ്യന്മാരെ കഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആളുകൾക്ക് പ്രയാസമുള്ള ഒരാളെ കണ്ടാൽ ഉടനെ ആ ആൾക്ക് ഒത്താശയായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ പള്ളിയിൽ ചിലപ്പോൾ കണ്ണ് കാണാത്ത ആളുകളൊക്കെ വരും. ആ ആളുകൾ വന്നിട്ട് ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ കണ്ട് ചിരിക്കും, ഈ ചങ്ങാതിക്ക് തീരെ ബോധമല്ലേ. നമ്മൾക്കാണ് ബോധമില്ലാത്തത്. അയാളൊരു അന്ധനാണ്. അയാൾക്ക് കിബില എവിടെയെന്നറിയോ?
നമ്മൾ അയാൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ ചിരിക്കാൻ നിൽക്കാതെ അയാൾക്ക് കിബിലയുടെ ദിശ പറഞ്ഞു കൊടുക്കണം. അയാൾക്ക് റോഡ് മുറിച്ചു കിടക്കേണ്ടതുണ്ട്. ആ മനുഷ്യനെ റോഡിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തെ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു കടത്താൻ വേണ്ടിയിട്ട്, അപ്പുറത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സഹായിക്കുമ്പോൾ ശരിക്കും അത് സഹായം ആവണം. നമ്മൾ ആളെ വഴിയിലിടാനും പാടില്ല. ഈ അടുത്തൊരു അന്ധന്റെ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം റെയിൽവേ ട്രാക്ക് മുറിച്ചു കിടക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ അതാ ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ സഹായിക്കാൻ ഒരാൾ അടുത്തേക്ക് വന്നു. ഞാന് അവിടെ നിൽക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, എന്റെ അപ്പുറം പോകണോ? അന്ധം പറയാൻ. അപ്പൊ പറഞ്ഞു, ശരി പോവണം. എന്റെ കൈ പിടിച്ചിട്ട് ആ സഹായിക്കാൻ വന്ന ആള് ട്രാക്ക് മുറിച്ചു കിടക്കാൻ. ട്രാക്കിന്റെ നടുവിലെത്തിയപ്പോഴതാ ട്രെയിന് ചൂളം വിളിച്ച് പെട്ടെന്ന് വരുന്ന ശബ്ദം കേട്ടു. സഹായിക്കാൻ വന്ന ആള് എന്നെ അവിടെ ഇട്ടിട്ട് ആ മൂപ്പര് അങ്ങോട്ട് പോയി. കാരണം മൂപ്പര ലൈഫാ വലുത്. അയാൾക്ക് ട്രെയിൻ തട്ടുമോ എന്ന പേടിയിൽ മൂപ്പര് പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടു. ഞാനിവിടെ കുടുങ്ങി, എനിക്ക് ട്രെയിൻ കാണാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ അന്ധനല്ലേ. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ പറയാൻ, ഞാൻ ആ സമയത്ത് പടച്ചോനോട് ദ്വാരുന്നു, പടച്ചോനെ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല, വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും പോവാൻ എനിക്കറിയില്ല. ഈ ഒരവസ്ഥയിൽ സഹായിക്കാൻ വന്നവൻ വഴിയിലിട്ട് പോയല്ലോ എന്ന സങ്കടത്തോടെ ഞാൻ അവിടുന്ന് ദ്വാരുന്നു. ട്രെയിൻ കടന്നുപോയി, എനിക്കൊന്നും പറ്റിയില്ല. ട്രെയിൻ അപ്പുറത്തെ ട്രാക്കിലൂടെ പോയത്. നിങ്ങൾ നോക്കൂ, പടച്ചോന്റെ സഹായം വരുന്ന ഓരോ രൂപങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന്മാർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ നമ്മൾ സഹായിക്കണം. ആ സഹായം യഥാർത്ഥത്തിൽ അവർക്ക് ഗുണകരമാകുന്ന രൂപത്തിലാവുകയും വേണം. ചിലപ്പോൾ ചില സഹായങ്ങൾ ആളുകൾക്ക് ഉപദ്രവമായി മാറും. ഇപ്പോൾ ഈ അന്ധനെ ട്രാക്കിന്റെ നടുവിലിട്ട് ഓടിയതുപോലെയുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇവിടെ നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ, ഒമൻ യസ്സറ അലാ മുഅ്സിരിൻ, ഒരാൾ ബുദ്ധിമുട്ടുള്ള ആളാണ് എങ്കിൽ ആ മനുഷ്യന്റെ ബുദ്ധിമുട്ട് പരിഹരിച്ചു കൊടുക്കാൻ നിങ്ങൾ നിന്നാൽ യസ്സറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അല്ലാഹു പരിഹാരം തരും. അവിടെയും തീരുന്നില്ല. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഒരു ന്യൂനത നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് മൂടി വെക്കണം, മറച്ചു വെക്കണം, ആരോടും പറയരുത്. എന്നാൽ നിങ്ങൾ ഇത്തരം കെണിയിൽ പോയി ചാടുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം തരും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഗൗരവതരമായ ഒരു സംഗതിയാണത്. നമ്മൾക്കൊരാളോട് ദേഷ്യമുണ്ട്. ആ മനുഷ്യന്റെ എന്തോ ഒരു പോരായ്മ, അയാൾ ചെയ്ത ഒരു തിന്മ നമ്മളെ കയ്യിൽ കിട്ടി. നമ്മളെന്താ ചെയ്യാ? നമ്മളപ്പ ഷെയർ ചെയ്യൂലേ സകല മനുഷ്യന്മാരുടെ അടുത്തേക്ക്, ആള് ശരിയല്ലോ എന്ന് വരുത്തി തീർക്കണല്ലോ നമ്മൾക്ക്. അതുകൊണ്ട് നമ്മൾക്ക് ആരോടാണോ കെറുവുള്ളത്, ദേഷ്യമുള്ളത്, അയാളുടെ തിന്മകൾ പ്രചരിപ്പിക്കുന്ന ശീലമായിരിക്കും നമ്മൾക്കുണ്ടാവുക. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആളുകളുടെ തെറ്റായ നടപടികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ സതറ, അത് മൂടി വെക്കണം. ആ മനുഷ്യനെ മാനം കൊടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. ഒരു പക്ഷേ നാളെ നിങ്ങളായിരിക്കും ഇത്തരം അബദ്ധങ്ങളിൽ പോയി ചാടുന്നത്. അള്ളാഹുവിന്റെ കാവൽ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണമാകും. പിന്നെ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കാൻ റെഡിയാണോ, അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് ദുരിതമുണ്ടാകുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. ആ സഹായത്തിൽ വളരെ പ്രധാനമായി നമ്മൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ആളുകൾക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യന് 2 പ്രാവശ്യം നമ്മൾ കടം കൊടുത്താൽ ഒരു പ്രാവശ്യം ആ പണം ധർമ്മം ചെയ്ത കൂലി അല്ലാഹു നമ്മൾക്ക് തരും. നമ്മളോട് ഒരാൾ വന്നിട്ട് 1,00,000 രൂപ കടം ചോദിച്ചു, നമ്മൾ കൊടുത്തു, അയാൾ തിരിച്ചു വന്നു. രണ്ടാമതും അയാൾ മറ്റൊരു സമയത്ത് കടം ചോദിച്ചു, നമ്മൾ കൊടുത്തു, അയാൾ തിരിച്ചു വന്നു. എന്നാൽ ഈ 2 തവണയും നമ്മൾ കടം കൊടുത്തത് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. 1 രൂപ നമ്മൾക്ക് കുറവ് വന്നിട്ടില്ല. എന്നാൽ 2 തവണ ഒരു മനുഷ്യൻ ഒരാൾക്ക് കടം കൊടുത്താൽ ആ മനുഷ്യൻ കൊടുത്ത കടം തിരിച്ചു കിട്ടട്ടെ ഇല്ലാതിരിക്കട്ടെ, അള്ളാഹു ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം, ആ മനുഷ്യൻ 1,00,000 രൂപ അല്ലെങ്കിൽ ഈ 2 തവണ കൊടുത്ത സംഖ്യ എത്രയായാലും അതിൽ 1 തവണ കൊടുത്തത് ധർമ്മമായിട്ട് ആ മനുഷ്യന് കൊടുത്തതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇങ്ങനെ ആളുകൾക്ക് കടം കൊടുക്കുക എന്നുള്ളത് പുണ്യകരമായ കാര്യമാണ്. ചിലപ്പോൾ സുന്നത്താകും, ചിലപ്പോൾ നിർബന്ധമാകും. പക്ഷെ ഈ കടത്തിന്റെ പ്രക്രിയകൾ വളരെയേറെ ഗൗരവതരമായ ഒരു സംഗതിയാണ്.
അതുകൊണ്ട് തന്നെ കടത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മളോട് ബോധ്യപ്പെടുത്താൻ വേണ്ടി വിശുദ്ധമായ ഖുർആൻ വളരെ സവിസ്തരം അതിന്റെ മസ്അലകൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 282 ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ എന്ന് തുടങ്ങുന്ന ഒരു പേജ് ദൈർഘ്യമുള്ള ആയത്ത്. ഈ ആയത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കടത്തിനെ കുറിച്ചാണ്. നിങ്ങളോടൊരാൾ കടം ചോദിച്ചാൽ പറ്റുമെങ്കിൽ കൊടുക്കണമെന്നും, കൊടുക്കുകയാണെങ്കിൽ അത് രേഖപ്പെടുത്തണമെന്നും, അതിലൊരു മടിയും വിചാരിക്കരുത് എന്നും, സമയമാകുമ്പോൾ ആ കടം നിങ്ങൾ വീട്ടണമെന്നും, കടം വാങ്ങുന്ന ഇടപാടിന് സാക്ഷികളെ നിർത്തണമെന്നുമൊക്കെ കടവുമായി ബന്ധപ്പെട്ട എല്ലാ മസലകളും ആ ആയത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്തിനാ ഇത്രയും കാര്യമായി പറയുന്നത്? ഇതിന് നമ്മൾ ഒരു നിയമങ്ങളും നിബന്ധനകളും ഇല്ല എങ്കിൽ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ കടം വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാര്യം, ആവശ്യമില്ലാതെ ഒരാളും കടം വാങ്ങരുത്. നമുക്കൊരാവശ്യമൊന്നുമില്ല, എന്നാലും അയാൾക്ക് ആവശ്യം വരുമ്പോൾ മൂപ്പര് തരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വെറുതെ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് എപ്പോഴെങ്കിലൊക്കെ അത്യാവശ്യം വരുമല്ലോ, ആ സമയത്ത് ആരൊക്കെയാണ് കടം തരാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ആവശ്യമൊന്നുമില്ല. അപ്പൊ ഒരാളോട് പോയി ചോദിക്കാടാ ഒരു 5000 റുപ്യ അടിയന്തരമായിട്ട് തിരിക്കാനുണ്ടാവുമെന്ന്. അപ്പൊ നമ്മൾ പോയി ചോദിക്കുമ്പം കുറെ ചിലപ്പോൾ ചില ആൾക്കാർ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരോടും ഹബീബി എന്ന് പറഞ്ഞിട്ടാ ചോദിക്കുക. അപ്പൊ എല്ലാവരും വിചാരിക്കും എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കണം, ഇയാളൊരു 250 ആളോട് ഒന്നിച്ചാ ചോദിക്കണത്. അപ്പൊ മനസ്സിലാവുമല്ലോ ആരൊക്കെയാണ് പൈസ തരിക എന്നുള്ളത്. അപ്പോ എന്തിനാ നമ്മൾ ചോദിക്കുന്നത്? നമുക്കൊല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. പക്ഷേ നമ്മൾ ഇപ്പോ ഒരു ചൂണ്ടയിട്ട് വെക്കാണ്, ആരാണ് ആവശ്യം വരുമ്പോൾ എന്നെ സഹായിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ആ ഒരു പണി നമ്മൾ ചെയ്യരുത്. ആവശ്യമില്ലാതെ ഒരിക്കലും നമ്മൾ പൈസ കടം ചോദിക്കരുത്. ഒരു സാധനവും ആവശ്യമില്ലാതെ നമ്മൾ ചോദിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ലാ ഫതഹ അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹല്ലാഹു അലൈഹി ബാബ ഫഖർ. ഒരു മനുഷ്യൻ ആവശ്യമില്ലാതെ ചോദിക്കാൻ തുടങ്ങിയാൽ ദാരിദ്ര്യത്തിന്റെ വാതിൽ അയാളെ മുമ്പിൽ അല്ലാഹു തുറന്നു വെക്കും. ഒരാവശ്യമില്ലാതെ വെറുതെ ആൾക്കാരോട് പണം ചോദിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. ചില ആളുകളൊക്കെ ഉണ്ട്, കുറച്ച് പൈസ ഉള്ള ആളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാരടുക്കൽ പോയിട്ട് പിന്നെ ഭയങ്കര പ്രയാസമാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലായ്മകൾ പറഞ്ഞ് വെറുതെ കടം വാങ്ങുന്ന സ്വഭാവം. അങ്ങനെ കാണുമ്പോ പൈസ കടം ചോദിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, ആ മനുഷ്യന് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലെത്താൻ കാരണമായി പോകും. അതുകൊണ്ട് ഒരിക്കലും ആവശ്യമില്ലാതെ ഒരാളും കടം ചോദിക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചതാണ്. മാത്രമല്ല, അനാവശ്യമായി യാചിക്കുന്നവൻ അന്ത്യനാളിൽ പടച്ചോന്റെ മുമ്പിൽ വരുമ്പോൾ അവന്റെ മുഖം വികൃതമായിട്ടാ വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു മനുഷ്യൻ മാ യസാലു റജുലു യസ്അലു നാസ ഹത്താ യഅതി യൗമൽ ഖിയാമ ലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹ്മിൻ. എല്ലാം തോലുമായിട്ട് ചില മനുഷ്യന്മാർ ആഖിറത്തിൽ വരും, മുഖത്ത് മാംസത്തിന്റെ ഒരു കഷ്ണം പോലും ഇല്ല. ആ മനുഷ്യൻ ആഖിറത്തിൽ വരാൻ എല്ലാവർക്കും നോക്കിയാൽ ഒരു അസ്ഥികൂടമായിട്ട് ഒരാൾ കടന്നു വരുന്നത് കാണും. എന്താ ഈ ചങ്ങാതിക്ക് പറ്റിയ അബദ്ധം? അയാൾ എപ്പോഴും ആൾക്കാരോട് വെറുതെ കടം വാങ്ങിയിരുന്ന ആളാണ്, ആവശ്യമില്ലാതെ മനുഷ്യന്മാരോട് യാചിക്കുന്ന ഇരക്കുന്ന ആളാണ്. ആ മനുഷ്യൻ ആഖിറത്തിൽ വരുമ്പോൾ വെറും മാംസത്തിന്റെ ഒരു കണിക പോലും മുഖത്തില്ലാത്ത രൂപത്തിലാണ് അയാൾ വരുന്നത് എന്ന് ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്നായി അധ്വാനിച്ച് തന്നെ ജീവിക്കണം, ജോലിയിൽ ജീവിക്കണം. ചില ആളുകളുണ്ട് കടം വാങ്ങൽ ഒരു ജീവിത മാർഗമാക്കിയിട്ട് കണക്കാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങളോട് 1 ലക്ഷം റുപ്യ വാങ്ങുക, അങ്ങനെ നിങ്ങളോട് പറയും 1-ാം തീയതി തരും. 1-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾക്ക് വല്ല ജോലിയുണ്ടോ? ഒരു ജോലിയില്ല. നമ്മൾ കണക്കൂട്ടുന്നത് മറ്റേ ആളോട് ചോദിക്കുക. നേരത്തെ കുറെ ആൾക്കാരെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? അങ്ങനെ അവിടുന്ന് കടം വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. ഇങ്ങനെ റോളിംഗ് ജീവിതമായിട്ട് കണക്കാക്കിയ ചില മനുഷ്യന്മാരുണ്ട്. വലിയ അപരാധമാണ് അവർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. വ്യക്തമായി കടം വീട്ടാനുള്ള മാർഗം നമ്മളെ മുമ്പിലില്ല എങ്കിൽ കടം വാങ്ങലിന്റെ വിധി എന്താ? നമ്മളൊരാളോട് കടം വാങ്ങാൻ വീട്ടാനുള്ള ഒരു വഴി നമുക്ക് ശമ്പളമല്ല, എവിടുന്ന് നമുക്ക് കിട്ടാനില്ല. എന്നാൽ ഒരു മാർഗം, വ്യക്തമായ ഒരു മാർഗം നമ്മളെ മുമ്പിലില്ല എങ്കിൽ, നമ്മൾക്ക് കിട്ടാൻ ഒരു വഴിയുമില്ല എങ്കിൽ കടം വാങ്ങുന്നതിന്റെ വിധി ഹറാമാണ്, പാടില്ലാത്തതാണ്.
എന്നിട്ടാണ് നമ്മളിങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ആളുകളോട് പോയിട്ട് ഇരക്കുക, യാചിക്കുക ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. കടം കൊടുക്കുന്നതിന്റെ പുണ്യത്തെ കുറിച്ചൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു. ഇപ്പൊ വൈകി വന്ന ആൾക്കാരുണ്ടാകും, അല്ല കടം അങ്ങനെ ഹറാമാണെന്നാണല്ലോ ആദ്യം തന്നെ കേൾക്കണം. അങ്ങനെ വിചാരിക്കണ്ട, കടം കൊടുക്കൽ പുണ്യമാണെന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീട്ടാനുള്ള നിവൃത്തിയൊന്നും നമ്മുടെ മുമ്പിലില്ല എങ്കിൽ നമ്മൾ കടം വാങ്ങാൻ തന്നെ നിൽക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധ്വാനിച്ച് ജീവിക്കാനാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാരുടെ മുഖം ഇങ്ങനെ മനസ്സിൽ വരും, ശരി ആ ചങ്ങായിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് തോന്നും. ഒരു ജോലിക്കും പോകൂല, നല്ല തുണിയും കുപ്പായിട്ടിട്ട് ആൾ ഇസ്തിരി ചുളിയാതെ അങ്ങനെ നടക്കും. എങ്ങനെ ജീവിക്കണത്? അവിടുന്ന് കടം വാങ്ങും, ഇവിടുന്ന് കടം വാങ്ങും. ഇങ്ങനെ മനുഷ്യന്മാരുടെ പണം കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ ഒരു നിവൃത്തിയില്ല, എന്തേലും സഹായിക്കണം. അപ്പൊ നബി തങ്ങൾക്ക് അങ്ങ് ദേഷ്യം വന്നു. നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, ഇവൻ തെണ്ടി ജീവിക്കേണ്ട ആളല്ല. അവനോട് ചോദിച്ചു, നിന്റെ കയ്യിലൊന്നുമില്ലേ? അപ്പൊ പറഞ്ഞു, നബിയെ എന്റെ കയ്യിലുണ്ട് ഹിൽസുൻ, ഒരു ചെറിയ വിരിപ്പുണ്ട്, നൽബസു ബഅലഹു, ഞാൻ അതിന്റെ അല്പം ധരിക്കും, ബാക്കിയുള്ളത് വിരിക്കും. അഥവാ ഇയാൾക്ക് പുതക്കാനും വിരിക്കാനും ഉടുക്കാനും ആകെയുള്ളത് ഒരു കമ്പിളി പതപ്പ, അതാണ് എന്റെ കയ്യിലുള്ളത്. പിന്നെയോ, പിന്നെ എന്റെ കയ്യിൽ വെള്ളം കുടിക്കാനുള്ള ഒരു ചെറിയ പാത്രമുണ്ട്, വേറൊന്നുമില്ല. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ. സഹാബത്തിലുള്ള സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ നിന്റെ കയ്യിലുള്ള ആ വിരിപ്പും ആ തോൽപാത്രവും കൊണ്ട് നീ വാ. അങ്ങനെ അയാൾ അതുമായിട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആ മനുഷ്യൻ വന്നു. റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനെ മുഴുവനും ഒരുമിച്ച് കൂട്ടി. നബി തങ്ങൾ ഈ പുതപ്പും പാത്രവും ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, മൻ യശ്തരി, ആരാണ് ഈ രണ്ട് സാധനങ്ങൾ വാങ്ങുക എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സഹാബി പറഞ്ഞു, അന അശ്തരി ബി ദിർഹം, ഒരു ദിർഹം തരാം, ഒരു ദിർഹം ഞാൻ തരാം. ആ പാത്രം അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചതല്ലേ, ആ ഒരു കണക്കിൽ അദ്ദേഹം വാങ്ങാൻ വേണ്ടി തയ്യാറായി. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മൻ യസീദു അലാ ദിർഹം, അതുപോരാ, ഒരു ദിർഹം കിട്ടിയാൽ നമ്മുടെ കാര്യം നടക്കൂല, അതുകൊണ്ട് മൻ യസീദു അലാ ദിർഹം, ഒരു ദിർഹമിൽ കൂടുതൽ തരാൻ ആരാണ് തയ്യാറുള്ളത്? ആ സമയത്ത് ഒരു സഹാബി പറഞ്ഞു, അന ആഖുദുഹുമാ ബിദിർഹമൈനി, എന്നാൽ നബിയെ ഞാനതെടുത്തോളാം, 2 ദിർഹം തരാമെന്ന് മറ്റൊരു സഹാബി പറഞ്ഞു. നമ്മളെ ലേലം വിളിയില്ലേ, ഒരാൾ 50 ഉറുപ്പിക വിളിക്കും, അപ്പോൾ വേറെ ആൾ 51 വിളിക്കും, ഇങ്ങനെ കയറിപ്പോണ പരിപാടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റിയ ഒരു മാതൃക കൂടിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ദിർഹമിന് ആ മനുഷ്യന് ആ കച്ചവടം ഉറപ്പിച്ചു. അദ്ദേഹത്തിന് ആ വിരിപ്പും തോൽപാത്രവും കൊടുത്തു. 2 ദിർഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി. എന്നിട്ടതാ യാചിക്കാൻ വേണ്ടി വന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് 1 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് നീ ഭക്ഷണം വാങ്ങിയിട്ട് നിന്റെ കുടുംബത്തിന് കൊടുക്കണം. 2ാമത്തെ ദിർഹമിന് നീ ഒരു മഴു വാങ്ങിയിട്ട് എന്റെ അടുത്തേക്ക് വരണം. അങ്ങനെ ആ മനുഷ്യൻ മഴു വാങ്ങി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു. നബി തങ്ങളുടെ ബറക്കത്തുള്ള കൈകൊണ്ട് തന്നെ അതിനൊരു പിടി വെച്ചു കൊടുത്തു. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ഇദ്ഹബ്, നീ പോയിക്കോ, ഫഹ്തതിബ്, നീ വിറക് വെട്ടിയിട്ട് ശേഖരിച്ചിട്ട് വബിഉനി, വിൽക്കണം, വലാ അറയന്നക 15 യൗമ, 15 ദിവസം നീ പരിസരത്ത് കാണാൻ പാടില്ല. ഇവനിങ്ങനെ തെണ്ടി നടന്നാൻ പറ്റൂല, അതുകൊണ്ട് ഇവൻ ജോലി ചെയ്യണം. ഒരു ദിവസം ജോലിക്ക് പോകും, പിന്നെ ഭയങ്കര വെയിലാ, നടക്കാൻ പറ്റൂല, വെയിൽ കൊള്ളാനാകൂല. നമ്മളിങ്ങനെ സാധാരണ പറയില്ല, വിയർപ്പിന്റെ അസുഖാണവന്, ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത വലിയ മടിയന്മാരായിട്ട് ആളുകൾ മാറുന്നുണ്ട്. അങ്ങനത്തെ ആളുകളാണ് ഈ കടം വാങ്ങാൻ നടക്കുന്നതിൽ ചില ആളുകളെങ്കിലും എന്നുള്ളത് സങ്കടകരമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഈ പണി നിങ്ങൾ ചെയ്യരുത്, അധ്വാനിച്ച് ജീവിക്കണം. റസൂലുള്ളാഹി തങ്ങൾ ഈ മനുഷ്യനോട് പറഞ്ഞതെന്താ, 15 ദിവസം ഇനി വൈക്ക് കാണരുതെന്നാണ്. അഥവാ നല്ലോണം പണിയെടുത്താലേ പൈസ ഉണ്ടാവുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ദിവസം ജോലിക്ക് പോകും, 2 ദിവസം ജോലിക്ക് പോകും, പിന്നെ നമുക്ക് ലീവ് കിട്ടണം. ജോലി ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ എഴുതി അറിയിക്കും, ഹലാലായ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം. ജോലി കിട്ടിയാലോ കമ്പനി ഒരു സുഖല്ല, എന്ത് ലീവ് തീരെ തരണില്ല, ഇത്രയും കാലം വെറുതെ തെണ്ടി നടന്നതാ, അവസാനം ജോലി കിട്ടിയപ്പോ ലീവില്ല എന്നുള്ള പരാതി. നമ്മളെ പരാതി എന്തെങ്കിലും തീരുവോ? മനുഷ്യന്മാർ ഈ വിധത്തിലായി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞത് 15 ദിവസം ഇനി പരിസരത്ത് കാണാൻ പാടില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹം ജോലിക്ക് പോയി, നന്നായി സമ്പാദിച്ചു. 15 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു, നല്ല ഡ്രസ്സ് ധരിച്ചിട്ട്.
നേരത്തെ യാചകനായി കീറിപ്പറഞ്ഞ കുപ്പായിട്ട് വന്ന മനുഷ്യൻ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്, സുഗന്ധമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ അപ്പോൾ എത്ര കാശുണ്ടെന്നറിയോ? 10 ദിർഹമുണ്ട്. 1 ദിർഹമിന് തുടങ്ങിയ ഏർപ്പാടാണ്. 10 ഇരട്ടിയായിട്ട് അള്ളാഹു അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യനോട് പറഞ്ഞു, മോനെ ഹാദാ ഖൈറുൽ ലക, ഈ പണിയാണ് നീ ചെയ്യേണ്ടത്. നീ ഇങ്ങനെ കടം വാങ്ങി നടക്കരുത്, യാചകനായി ജീവിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന് കൃത്യമായ ഒരു ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ അധ്വാനിച്ച് ജീവിക്കാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. ജോലി എത്ര ചെറുതായാലും ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് പ്രധാനമാണ്. കടവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കടം വാങ്ങിയാൽ നിർബന്ധമായിട്ടും അത് രേഖപ്പെടുത്തി വെക്കണം. കട ആരോട് വാങ്ങിയാലും നമ്മൾ ആർക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിലും കൊടുക്കാനുള്ളതും വാങ്ങിയതുമെല്ലാം നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. ഇന്ന് ആ കാര്യത്തിൽ നമ്മൾക്ക് വലിയ അശ്രദ്ധയുണ്ട്. പലപ്പോഴും കടം വാങ്ങിയ ആളുകളും കൊടുത്ത ആളുകളും തമ്മിൽ പ്രശ്നമുണ്ടാകാറുണ്ട്. എന്താ കാരണം? കൃത്യമായി രേഖപ്പെടുത്തി വെക്കൂല. നമ്മൾ ആ വിഷയത്തിലൊക്കെ വലിയ അശ്രദ്ധയുള്ളവരാണ്. നമ്മുടെ പൂർവികർ അങ്ങനെ ആയിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഉപ്പമാരോട്, പ്രായമുള്ള ആളുകളോട് ചോദിക്കൂ. എല്ലാ ആളുകളും വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നും ആയിരിക്കൂല. നമ്മളെപ്പോലെ അക്കൗണ്ടിങ്ങും ടാലിയും ഒന്നും അറിയാത്ത ആളുകളൊക്കെ ആയിരിക്കും. പക്ഷെ എല്ലാവരുടെ കയ്യിലും ഒരു കണക്ക് ബുക്ക് ഉണ്ടാകും. ആ കണക്ക് ബുക്കിൽ എവിടെയൊക്കെ എന്തൊക്കെ കൊടുക്കാനുണ്ടോ എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ടാകും. നല്ല സാമ്പത്തിക ശുദ്ധിയിലും ബറക്കത്തിലുമാണ് അവർ ജീവിച്ചിട്ടുള്ളത്. എന്താ കാരണം? വീട്ടിലേക്ക് കല്യാണത്തിന് ക്ഷണിക്കുന്ന ആളുകൾ വരും, ചുവന്ന കവറ് തരും. ഒരാൾ 100 ഉറുപ്പിയാണ് തന്നത്, അയാളെ പേരെഴുതിയിട്ട് ആ തന്ന പൈസ രേഖപ്പെടുത്തി വെക്കും. എന്തിനാ ഇത്? ഇതൊരു കടമാണ്, ഇതൊരു ബാധ്യതയാണ്. ആ ബാധ്യത വെച്ചുകൊണ്ട് മരിച്ചു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കൃത്യമായി അവർ എഴുതി വെക്കുന്നുണ്ട്. ഹജ്ജിന് പോകാൻ നേരത്ത് നമ്മൾ ബാധ്യതയൊക്കെ തീർത്തിട്ടല്ലേ ഹജ്ജിന് പോകേണ്ടത്. ഈ ബുക്കുമായിട്ട് ഇറങ്ങും, പൈസയും കയ്യിലുണ്ടാകും. എന്നിട്ട് ആർക്കൊക്കെ കൊടുക്കാനുണ്ടോ അവർക്കൊക്കെ ആ ബാധ്യത തീർത്തിട്ടേ ഹജ്ജിന് പോവുള്ളൂ. അല്ലെങ്കിൽ അവരെ വീട്ടിൽ വല്ല പരിപാടി ഉണ്ടാകും. നമ്മളെ വീട്ടിലെ കല്യാണത്തിന് വന്ന് 100 രൂപ തന്ന മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമാകുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ സാമ്പത്തികമായ ശുദ്ധിയിലാണ് നമ്മുടെ പൂർവികർ ജീവിച്ചത്. അന്ന് നമ്മൾക്ക് ബറക്കത്തും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയുമില്ല. എഴുതി വെക്കാത്തത് കൊണ്ട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറന്നുപോകും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര പെട്ടെന്നാണ് മനുഷ്യന്മാർക്ക് ഓരോ അപകടങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾക്ക് എപ്പോഴും എന്ത് സംഭവിക്കാലോ? കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നമ്മൾ ഈ തലയിൽ കൊണ്ട് നടക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് നമ്മളുടെ ഓർമ്മ പോയാൽ, നമ്മൾക്ക് വല്ല ആക്സിഡന്റും സംഭവിച്ചാൽ നമ്മളുടെ കണക്കുകൾ ആര് കണ്ടെത്തും? മയ്യത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ പള്ളിയിൽ നിന്ന് പറയും, ഇദ്ദേഹത്തിന്റെ ബാധ്യതയൊക്കെ മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. മക്കളോട് ചോദിച്ചാൽ പറയേ അങ്ങനെ ഒരു ഇടപാടൊന്നുമില്ല, ഞങ്ങൾക്കറിയില്ല. വാപ്പ ഇതാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വാപ്പ ഇതെവിടെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? വാപ്പ എന്നല്ല, നമ്മൾ ആരാവട്ടെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ മുഴുവൻ കാര്യങ്ങളും എഴുതി വെക്കണം. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ വസിയ്യത്ത് എഴുതിയിട്ട് തലയുടെ ഭാഗത്ത് വെക്കാതെ ഒരാളും കിടന്നുറങ്ങരുത് എന്ന്. നമ്മളുടെ വസിയ്യത്താണ് എന്താ? നമ്മൾ എന്നാ മരിക്കുക? 75 വയസ്സായിട്ടോ? ആരെ പറഞ്ഞത്? 1 വയസ്സായവർ മരിക്കുന്നില്ലേ? ജനിച്ച ഉടനെ മരിക്കുന്നില്ലേ? ഗർഭത്തിൽ നിന്ന് മരിക്കുന്നില്ലേ? മനുഷ്യനുണ്ടോ മരിക്കാൻ വല്ല പ്രായവും? ഏത് സമയത്തും നമ്മളെയൊക്കെ മരണം പിടികൂടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുണ്ട്, എന്തൊക്കെ ബാധ്യതകൾ നിങ്ങളിൽ ബാക്കിയുണ്ട്, മുഴുവനും എഴുതി വെക്കണം. നിങ്ങളുടെ മരണാനന്തരം ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, രേഖപ്പെടുത്തി വെക്കണം. എന്നിട്ട് കുടുംബത്തിന് അത് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ മരിച്ചാൽ, നിങ്ങൾ ഉറക്കിലാണ് മരിച്ചതെങ്കിൽ പോലും ആ മരിച്ചയിടത്ത് നിങ്ങളെ തലയണ പൊക്കി നോക്കിയാൽ നിങ്ങളെ വസിയ്യത്ത് കിട്ടണം. ആ വസിയ്യത്ത് കണ്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവണം ഇദ്ദേഹത്തിന്റെ കാര്യം വളരെ ക്ലിയർ ആണ് എന്നുള്ളത്. നമ്മൾക്ക് ബാധ്യതകൾ ഉണ്ടാകും. പക്ഷേ ആ ബാധ്യത ഭാവിയിൽ മക്കൾക്ക് തീർക്കണമെങ്കിൽ എവിടെയാണ് നിങ്ങൾ കൊടുക്കാനുള്ളത് എന്നെങ്കിലും നിങ്ങൾ എഴുതി വെക്കണ്ടേ? അതുകൊണ്ട് കടം രേഖപ്പെടുത്തി വെക്കുക. അത് സൂറത്തുൽ ദൈനിന്റെ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തായ സൂറത്തുൽ ബഖറയിലെ 282-ാം ആയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ്. ഇനി കടം ചോദിച്ചു വന്ന ഉടനെ തന്നെ കൊടുത്തോളണമെന്നൊന്നുമില്ല. ഒരാൾ കടം ചോദിച്ചു വന്നാൽ എങ്ങനെ ഇപ്പൊ കൊടുക്കാതിരിക്കുക, മോശമല്ലേന്ന് അങ്ങനെ ചോദിക്കണ്ട. ഒരാൾ കടം ചോദിച്ചാൽ ആ കടം ചോദിക്കുന്ന ആളോട് നമ്മൾക്ക് ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടാം, തെളിവുകൾ ചോദിക്കാം.
അത്തരം ഇടപാടും ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അഥവാ പലിശയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങളോട് പൈസ ചോദിച്ചു വരുന്ന ആളോട് പറയാം പൈസ ഒക്കെ തരാം, പക്ഷെ അതിന് എന്തെങ്കിലും ഒരു പ്രമാണം ഇവിടെ ഈടായിട്ട് വെക്കണം എന്ന് നമ്മൾക്ക് ആവശ്യപ്പെടാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി കടം നമ്മൾ വീട്ടാനുള്ള മാർഗം നമ്മൾ നേരത്തെ കണ്ടുവെക്കണം. കടം വീട്ടാൻ ഒരു മാർഗമില്ല. എവിടെന്നെങ്കിലൊക്കെ നമ്മൾ കാശ് കടം വാങ്ങാം. എങ്ങനെ വീട്ടിലൊക്കെ ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ടല്ലേ, അന്ന് മുങ്ങി നടക്കണം. ചില ആൾക്കാർ ജമാഅത്തിന് പള്ളിക്ക് വരൂല. എന്താടാ പള്ളിക്കൊന്നും കാണാത്തെന്ന് വെച്ചാൽ ഉസ്താദെ കുറെ ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ട്. അങ്ങനെ ജമാഅത്തിന് വരാതിരിക്കാൻ കുറെ കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണമാണെന്ത്, കടക്കാരൻ നമ്മളോട് പൈസ കിട്ടാനുള്ള ആള് ഭീഷണിപ്പെടുത്തുന്നു കണ്ടാ ജമാഅത്തിന് പോകണ്ടെന്നൊരു മസലുണ്ട്. ഇവിടെ പറയാൻ പാടില്ല, എന്നാലും അവരെ പറ്റിയിട്ട് നമ്മൾ പറയാനുള്ളത് പറയാണ്. നമ്മൾ ചില ആളുകൾ അങ്ങനെ പൈസ കൊടുക്കാനുള്ളവര് വാങ്ങാനുള്ളവര് പിടികൂടുമെന്ന് വിചാരിച്ചിട്ട് ജമാഅത്തിന് വരാതിരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ആ കടം വേഗം വീട്ടിയിട്ട് ജമാഅത്തിന് വരല്ലേ വേണ്ടത്. ജമാഅത്തും പോവും, കടം വീട്ടൂല്ല. ആ വിധത്തിൽ നമ്മൾ ദൗർബല്യത്തിന് മേൽ അപകടങ്ങൾ വീണ്ടും വിളിച്ചു വരുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇനി കടം വാങ്ങിയാൽ അത് കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ വലിയൊരു ബാധ്യതയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ആരോടും കടം ചോദിച്ചാൽ പൈസ കിട്ടൂല. അങ്ങനത്തെ ഒരു കാലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പൈസ ഉള്ള ആൾക്കാരെ സമീപിച്ചിട്ട് കാശ് കടം ചോദിച്ചാൽ കാശ് കിട്ടാത്തതിന്റെ കാരണം എന്താ? ആദ്യം വാങ്ങിയോ കൊടുത്തിട്ടില്ല. ഇങ്ങനെ വാങ്ങണോല് പറ്റിച്ചു പോയാൽ പിന്നെ ആരെങ്കിലും പാവപ്പെട്ടോമെന്ന് ചോദിക്കുമ്പോ സഹായിക്കോ? ഒരു അത്യാവശ്യക്കാരൻ വന്ന് ചോദിച്ചാൽ ഒരു രൂപയും കൊടുക്കാൻ സമ്പത്തുള്ളവന് തന്നെ താല്പര്യമില്ലാതെ ആയിപ്പോയി. കാരണം ആവശ്യക്കാരൻ എന്ന് പറഞ്ഞ് കണ്ണീര് പറഞ്ഞും കാല് പിടിച്ചും വാങ്ങിയ ആളുകളുണ്ടല്ലോ, ആ ആളുകൾ പിന്നെ തിരിഞ്ഞു നോക്കൂല. തരാമെന്ന് പറഞ്ഞ തീയതിയായാൽ തിരിച്ചു കൊടുക്കൂല. ഇങ്ങനെ കൃത്യമായ സമയത്ത് കാശ് തിരിച്ചു കൊടുക്കാത്ത സ്വഭാവം ഏറ്റവും വലിയ അപകടമാണ്. കടം വാങ്ങിയിട്ട് മുങ്ങി നടക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് ഈമാനില്ല എന്നതിന്റെ അടയാളമാണ്. ഈമാനില്ലാത്തവരെ പറ്റിയിട്ട് എന്താ പറയാ? മുനാഫിക്ക് എന്നാ പറയാ, കപടവിശ്വാസി. ആരാ കപടവിശ്വാസി? വിശ്വസിച്ചാൽ വഞ്ചിക്കും. 1-ാം തീയതി തരാന്ന് പറഞ്ഞു, പിന്നെ 10-ാം തീയതി ആയിട്ട് മൂപ്പരെ കാണില്ല. പറഞ്ഞ വാക്കിനൊരു വിലയും പാലിക്കാത്തവനല്ലേ മുനാഫിക്ക്. കടം വാങ്ങിയിട്ട് കൊടുക്കാതെ മുങ്ങി നടക്കുന്നവൻ മുനാഫിക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. വലിയ ഗൗരവമാണ് കാശ് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത്. ഞാൻ മൊത്തത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരിക്കും, അങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടണ്ട കേട്ടോ. ഉസ്താദിനോട് ആരോ കാശ് വാങ്ങിയിട്ട് കൊടുക്കായിട്ട് അതിനാണിപ്പോ ഈ ദേഷ്യം മുഴുവനും തീർക്കുന്നത്, അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പറഞ്ഞത്? മനുഷ്യന് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഉള്ളതിൽ തൃപ്തി കൊട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളുടെ ആർഭാടങ്ങൾക്ക് വേണ്ടിയിട്ട്, അനാവശ്യങ്ങൾക്ക് വേണ്ടി പണം കടം വാങ്ങിയിട്ട് അവസാനം അതുപോലും തിരിച്ചു കൊടുക്കാതെ മരണപ്പെടുന്ന സാഹചര്യം നമ്മൾക്കുണ്ടാവരുത്. നമ്മൾ ശാരീരികമായി ശുദ്ധിയുള്ള ആളുകളായിരിക്കണം, സാമ്പത്തികമായി ശുദ്ധിയുള്ള ആളുകളായിരിക്കണം. ആ സാമ്പത്തിക ശുദ്ധിയുടെ ബാധ്യതയാണ് സമ്പത്ത് നമ്മൾ ആരോടെങ്കിലും വാങ്ങിയിട്ടുണ്ട് എങ്കിൽ പറഞ്ഞ തീയതിക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടമുള്ള മനുഷ്യന്മാര് മരിച്ചാല് അവരെ പേരിൽ മയ്യത്ത് നിസ്കരിക്കൂലായിരുന്നു. ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു. നബിയോട് പറഞ്ഞു, നബിയെ അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണം. അപ്പൊ നബി നിങ്ങൾ ആദ്യം തന്നെ ചോദിച്ചത് ഹൽ അലൈഹി മിൻ ദൈൻ. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അദ്ദേഹത്തിന് കടമുണ്ടോന്നാ ചോദിച്ചത്. അദ്ദേഹത്തിന് കടമൊന്നുമില്ല എന്ന് പറഞ്ഞു, ഒരു കടവുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ സ്വല്ല അലൈഹി, അപ്പൊ നബി തങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ നിസ്കരിച്ചു. സുമ്മ ഉതിയ ബി ജനാദത്തിൻ ഉഖ്റ. പിന്നീട് വേറൊരു സമയത്ത് മറ്റൊരു മയ്യത്തിനെ കൊണ്ടുവരപ്പെട്ടു. ആ സമയത്തും റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു ഹൽ അലൈഹി മിൻ ദൈൻ, ഇയാൾക്ക് കടബാധ്യത വല്ലതുണ്ടോ? അപ്പൊ എല്ലാരും പറഞ്ഞു ഞാൻ കുറച്ച് കടമുണ്ട്. എത്രയാണ് കടമുള്ളത്? അപ്പൊ പറഞ്ഞു 2 ദീനാർ കടമുണ്ട്, സ്വർണ്ണ നാണയമാണ്, 2 പവനോളം ഇദ്ദേഹത്തിന് കടമുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലു അലാ സാഹിബിക്കും, എന്നാ നിങ്ങൾ നിസ്കരിച്ചോളി, ഞാൻ നിസ്കരിക്കാനില്ല. റസൂലുള്ളാഹി തങ്ങളുടെ നിസ്കാരം കിട്ടാനല്ല ഈ സഹാബത്ത് കൊതിക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ഞാൻ നിസ്കാരത്തിനില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ. മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ നിസ്കരിക്കൽ ബാധ്യതയാണ്, ആരെ നിസ്കരിച്ചാൽ മതിയല്ലോ. പക്ഷേ സഹാബത്തിന് അത് വല്ലാത്ത സങ്കടമായി. റസൂലുള്ളാഹി തങ്ങൾ ഒരാളുടെ മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അയാളെ മേലിൽ ഞാൻ നിസ്കരിക്കൂല, നിങ്ങൾ നിസ്കരിച്ചോ എന്ന് പറഞ്ഞാൽ ആ മയ്യത്തിന് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു സാഹചര്യമല്ലേ അത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നപ്പോ സഹാബി വര്യൻ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു അലയ്യ ദൈനുഹു യാ റസൂലല്ലാഹ്, നബിയെ അയാളെ കടം എത്രയാണെങ്കിലും അത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, ഞാൻ കൊടുത്തോളാം ആ കടം.
അദ്ദേഹം അന്വേഷിച്ചപ്പോൾ 2 ദീനാറാണ്, അദ്ദേഹത്തിന് കൊടുക്കാവുന്നതേ ഉള്ളൂ. അബൂ ഖത്താദ പറഞ്ഞു, ഞാൻ വീട്ടിക്കോളാം അദ്ദേഹത്തിന്റെ കടം. അങ്ങനെ ഇദ്ദേഹം അത് ഏറ്റെടുത്തു എന്നറിഞ്ഞതിന് ശേഷമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്തിന്റെ മേൽ നിസ്കരിച്ചത്. നിസ്കരിച്ചു എന്ന് മാത്രമല്ല, അടുത്ത ദിവസം അബൂ ഖത്താദനെ കണ്ട് ചോദിച്ചു, ഈ പൈസ കൊടുത്തോ? ചിലപ്പോ അങ്ങനെ ഏറ്റെടുക്കും ആൾക്കാർ. പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ യാതൊരു പരിപാടി ഉണ്ടാവൂല. അങ്ങനെ കഥകളൊക്കെ ഉണ്ട്. ഒരാള് മരിച്ചപ്പോ അയാളെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കടക്ക മകൻ ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ആൾക്കാർ വേക്കെന്ന് പറയാണ്, മകൻ തരാനുള്ള പൈസ കിട്ടിയാൽ മതിയായിരുന്നു. വാപ്പനക്കാണ് കടം വാങ്ങി കൂട്ടിയ ആളാണ് മകൻ. ആ വിധത്തിൽ ഏറ്റെടുക്കുന്ന നമ്മളുടെ അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഖത്താദയെ പിറ്റേന്ന് കണ്ടപ്പോ ചോദിക്കുകയാണ്, അബൂ ഖത്താദ, നീ ആ പൈസ ഏറ്റെടുത്തിരുന്നല്ലോ, കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാനത് വീട്ടിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഗൗരവത്തിൽ കടത്തിന്റെ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ കടത്തോടെ മരണപ്പെട്ടാൽ ആ മനുഷ്യന് സ്വർഗം കിട്ടൂല. കേൾക്കുമ്പോ പേടിയാണല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഹദീസാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച 20485 ഹദീസാണ്. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ ചോദിക്കുകയാണ്, ഈ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന്റെ പേര് പറഞ്ഞു, ആ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ആൾക്കാർ ഇവിടെ ഉണ്ടോന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്. ഹാ ഹുനാ മിൻ ബനി ഫുലാനിൻ അഹദുൻ, ഈ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് ഈ സദസ്സിലുണ്ടോ? നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്. 3 വട്ടം ചോദിച്ചു. ഫഖാല റജുലുൻ അന, നബിയെ, ആ തറവാട്ടുകാരനാ ഞാൻ, ആ കുടുംബത്തിൽപ്പെട്ട ആളാ, ഞാനിവിടെയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന സാഹിബക്കും മഹ്ബൂസുൻ അനിൽ ജന്നതി ബിദൈനി, നിങ്ങൾ ആ കുടുംബക്കാരനുണ്ടല്ലോ, സ്വർഗം മൂപ്പർക്ക് കിട്ടിയിട്ടില്ല. ബിദൈനിഹി, അദ്ദേഹം വാങ്ങിക്കൂട്ടിയ കടത്തിന്റെ കാരണത്താൽ. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂലിന് ഗൈബറിയും അദൃശ്യജ്ഞാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ മനുഷ്യൻ വാങ്ങിയ കടത്തിന്റെ പേരിൽ സ്വർഗം തന്നെ അല്ലാഹു അദ്ദേഹത്തിന് തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കടം വാങ്ങിയാൽ കൃത്യമായ സമയത്ത് കൊടുക്കാനുള്ള വലിയൊരു ബോധം നമ്മൾക്കുണ്ടാവണം. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ ആൾക്കാർ സ്വർഗത്തിലാണ്. ആർക്കെങ്കിലും തർക്കണ്ടോ? ദീനിന് വേണ്ടി ജീവൻ കൊടുത്ത ഷഹീദ് സ്വർഗത്തിലല്ലെങ്കിൽ പിന്നെ ആരാ സ്വർഗത്തിലെത്തുക? പക്ഷേ ഒരു ദിവസം സഹാബത്തിനെ വിളിച്ചുകൂട്ടി റസൂലുള്ളാഹി തങ്ങൾ വലിയ ഗൗരവത്തിൽ പ്രസംഗം നടത്തുകയാണ്. ആ ഗൗരവം ഓർമ്മപ്പെടുത്താൻ പാകത്തിൽ നബി തങ്ങൾ 2 കൈകളും മുകളിലേക്ക് ഉയർത്തി, പിന്നെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് സങ്കടത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയാണ്, സഹാബ, വല്ലാത്ത ഗൗരവം തന്നെയാണ് കാര്യം, അതീവ ഗൗരവമാണ്. ആവർത്തിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ അത് പറയുന്നുണ്ടെങ്കിലും അതിന്റെ ബാക്കിയൊന്നും അപ്പൊ പറഞ്ഞു കൊടുത്തില്ല. കാര്യം അപകടമാണ് എന്നൊക്കെ മുന്നറിയിപ്പ് കൊടുത്തു. അടുത്ത ദിവസം മുഹമ്മദ് ബിൻ ജഹ്ഷ് എന്ന് പറയുന്ന സഹാബി റസൂലുള്ളാഹി തങ്ങളെ കണ്ട് ചോദിച്ചു, മാ ഹാദ തശ്ദീദുൽ ലദീ നുസില, നബി, എന്താണ് ഇത്ര ഗൗരവം, നിങ്ങൾ പറഞ്ഞതെന്തേ? അപ്പൊ നബി തങ്ങൾ പറയാണ്, അല്ലാഹുവാണ് സത്യം, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി. സങ്കല്പമുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഷഹീദായി, എന്നിട്ട് ആ മനുഷ്യൻ അള്ളാഹു പുനർജന്മം നൽകി, അഥവാ മരിച്ചിട്ട് പിന്നെയും അയാൾ ജീവിച്ചു. രണ്ടാമതും അയാൾ ഷഹീദായി, പിന്നെയും അയാൾ ജീവിച്ചു. മൂന്നാമതും അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി. അങ്ങനെ മൂന്നാമതും അദ്ദേഹത്തിന് അള്ളാഹു ജീവൻ കൊടുത്തു. 3 വട്ടം ഷഹീദായിട്ട് 3 വട്ടം ആ മൂന്നാമത്തെ തവണയും ആ മനുഷ്യന് പുനർജന്മം കിട്ടി. പിന്നെയും ആ മനുഷ്യൻ ഷഹീദായി മരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് കടമുണ്ട് എങ്കിൽ മാ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. എന്ത് ഗൗരവമുള്ള സംഗതിയാണ്! ദീനിന് വേണ്ടിയിട്ട് ജീവനും ചോരയും കൊടുത്ത ഷഹീദ് കടബാധ്യതയുള്ള ആളാണോ, അയാൾക്ക് പോലും അല്ലാഹു സ്വർഗം കൊടുക്കുകയില്ല. അതുകൊണ്ട് വലിയ ഗൗരവമാണ് കടത്തിന്റെ കാര്യം. കടം വാങ്ങിയിട്ട് നമ്മൾ കബളിപ്പിക്കാൻ നിൽക്കരുത്. ജനങ്ങളുടെ സമ്പത്ത് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമ്മൾക്കൊരു നിയ്യത്ത് വേണം, ഞാൻ ഈ പറഞ്ഞ തീയതിക്ക് തന്നെ കൊടുക്കുമെന്ന്. ആ ഒരു നിയ്യത്തില്ല എങ്കിൽ കടം വീട്ടാൻ നിങ്ങൾക്ക് കഴിയൂല, നിങ്ങളുടെ അഭിമാനം നഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ കടം വാങ്ങുന്നു, കടം വാങ്ങിയിട്ട് ആ മനുഷ്യന്റെ മനസ്സിൽ അപ്പോൾ തന്നെയുള്ള ഉദ്ദേശം ഈ പറയുന്ന യുരീദു അദാഅഹ, ഇന്ന സമയത്ത് ഞാനത് തിരിച്ചു
തിരിച്ചു തരാമെന്നാ പറഞ്ഞിട്ടുള്ളത്. അന്ന് കൊടുക്കാൻ അയാൾക്ക് നിയ്യത്തുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സഹായിക്കും. അദ്ദല്ലാഹു അൻഹു, അല്ലാഹു തന്നെ ആ കടം വീട്ടാൻ അയാൾക്ക് സഹായം നൽകും. വമൻ അഖദ യുരീദു ഇത്ലാഫഹാ അത്ലഫഹുല്ലാഹ്. കടം ഇപ്പൊ കിട്ടല്ലേ വേണ്ടത്, വീട്ടുന്ന കാര്യമൊക്കെ പിന്നല്ലേ എന്നാണ് ആദ്യം തന്നെ മനസ്സിൽ കരുതിയത്. എന്നാൽ അയാൾക്ക് വീട്ടാൻ കഴിയൂല, അള്ളാഹുവിന്റെ സഹായം അയാൾക്ക് കിട്ടുകയുമില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അഭിമാനത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ സർവത്ര സ്വതന്ത്രരാണ്. നമ്മൾ ഒരാളുടെയും അടിമകളല്ല. ഇനി നമ്മളായിട്ട് അടിമകളായി മാറരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലാ തുഖീഫു അൻഫുസകും ബഅദ അംനിഹാ. നിങ്ങളൊക്കെ നിർഭയത്വമുള്ള ആൾക്കാരാണ്. ഇനി നിങ്ങളുടെ നിർഭയത്വം, നിങ്ങളുടെ സുരക്ഷിതത്വ ബോധം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, അതെന്താ നബിയെ, നമ്മൾക്ക് വല്ല യുദ്ധവും വരാൻ പോകുന്നുണ്ടോ, വല്ല ശത്രുക്കളും നമ്മളെ കീഴടക്കാൻ പോകുന്നുണ്ടോ, നമ്മളെ നിർഭയത്വം എങ്ങനെയാണ് നഷ്ടപ്പെടുക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്ദൈൻ, കടം വന്നാൽ നിങ്ങളെ നിർഭയത്വം പോകും. ഒരാളോട് 10 ലക്ഷം കടം വാങ്ങിയിട്ടുണ്ട്, ഇപ്പൊ നമ്മൾക്ക് നിർഭയത്വമല്ല, ഉണ്ടാക്കിയ വീട്ടിൽ കടന്നുറങ്ങാൻ വയ്യ, അങ്ങാടിയിൽ ഇറങ്ങാൻ വയ്യ, ആളുടെ ഗുണ്ടകൾ നമ്മളെ തെരഞ്ഞു നടക്കുന്നുണ്ടാകും. ഇങ്ങനെ മനുഷ്യാനിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന കടമുണ്ടല്ലോ, ആ കടത്തിൽ ആവശ്യമില്ലാതെ പോയിട്ട് നിങ്ങൾ ചാടാൻ പാടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ നിസ്കാരങ്ങളും കഴിഞ്ഞാലും പല പ്രാർത്ഥനകളും സഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. പടച്ചോനെ, കടബാധ്യതയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം. കുറെ കടണ്ടായിട്ടല്ല, നമ്മൾക്ക് പഠിപ്പിച്ചു തരാണ്, കടത്തോടുകൂടി നമ്മൾ പ്രയാസത്തിലാവരുത് എന്ന്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും കടം ആവശ്യമില്ലാതെ വാങ്ങുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർത്തിവെച്ചുകൊണ്ട് ജീവിതം ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി, ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുക. ആവശ്യമില്ലാതെ കടം വാങ്ങുന്ന ശീലം നമ്മൾ നിർത്തുക. ശരീരത്തിന് അല്ലാഹു നമ്മൾക്ക് ആരോഗ്യം തന്നിട്ടില്ലേ, ആ ആരോഗ്യം ഉപയോഗിച്ച് നന്നായി അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുക. ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാകും. അതിന് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുക. അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും ദുരിതങ്ങളിൽ നിന്ന് സലാമത്ത് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.